ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കൊല്ലംകാരനാണ്. ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഇൻഫെർട്ടിലിറ്റി രംഗത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി, ആണുങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഡോക്ടർ, എങ്ങനെയാണ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന രംഗത്തേക്ക് എത്തിയത്? അതൊന്ന് പറയാമോ? അല്ല, ഇൻഫെർട്ടിലിറ്റി ഞാൻ ഇപ്പോൾ ഗൈനക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൈനക്ക് എടുത്തത്. എനിക്ക് മെഡിസിൻ MBBS എടുത്തപ്പോഴത്തേക്ക് മൊത്തം രോഗങ്ങളാണല്ലോ, അതിന് ചികിത്സ നമ്മൾ കൊടുക്കുന്നു. എനിക്ക് ലേബർ റൂം പോസ്റ്റിംഗ് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന മൊമെന്റ്സ് ഉണ്ടാകുന്നത് ലേബർ റൂമിൽ. നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ആ കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുത്ത് അത് അമ്മയുടെ മാറിലോട്ട് വെക്കുമ്പം അമ്മയുടെ കണ്ണുകളിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പ് ഗൈനക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഗൈനക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആ കണ്ണുകളിലെ തിളക്കം വളരെ കൂടുന്നത് ഒരു 5 വർഷമോ 10 വർഷമോ കുട്ടികളില്ലാത്ത ഒരമ്മയ്ക്ക് ആ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന സന്തോഷം, അവരുടെ ഫാമിലിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റം, അത് കമ്പയറബിൾ അല്ല. അപ്പൊ അത്രയും നല്ലൊരു ഫീൽഡ് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ അത് എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻഫെർട്ടിലിറ്റി എടുത്തത്. വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം പോലും, എനിക്കറിയാം ഞാനിപ്പോൾ ഒരു 8-9 വർഷമായിട്ട് ഇൻഫെർട്ടിലിറ്റിയിൽ ഇതുണ്ട്. ഒരു നിമിഷം പോലും എനിക്ക് ഇതുവരെ ഞാൻ ജോലി ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് തോന്നാത്തതിന്റെ ഒരു കാരണം അത്ര ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു ഫീൽഡായിരുന്നു. ഒരു പാഷൻ ആയിട്ടാണ്. പാഷനാണ് 100%. ഡോക്ടർ, നമുക്ക് എല്ലാവരും ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. ഒരുപാട് 1-2 മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്താവോ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും അതിന്റെ സ്റ്റഡീസ് അധികം വന്നിട്ടില്ല ഇതിന്റെ. എന്നാലും നമ്മൾ പറയുന്നത് ബെറ്റർ റേഡിയേഷൻ, എന്തായാലും ഇതിന് റേഡിയേഷൻ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഉറപ്പാണ് ഇതിൻ്റെ അത് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോൺ ഉപയോഗിക്കുക. ഈ ഫോൺ ഉപയോഗിക്കുന്നത് കഴിവതും ഒരു ബാഗിൽ, അല്ലെങ്കിൽ ഒരു നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ടെങ്കിൽ അത് തന്നെ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക, പോക്കറ്റിലിടാതെ. രണ്ടാമത്തെ കാര്യം, 2 സിമ്മുള്ള ഇത് 2 സിം ഉപയോഗിക്കാതിരിക്കുക. 2 ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാമല്ലോ, ചെയ്തെന്ന് പറഞ്ഞ് നഷ്ടമില്ലല്ലോ. അപ്പം എല്ലാ ആൺകുട്ടികളടക്കം, ഞാൻ പറഞ്ഞു 16-17 വയസ്സുള്ള അവന്മാർ ഒരു 2 സിമ്മും 2 ഫോണും ഒക്കെ ഉപയോഗിച്ച് പോകുമ്പോഴായിരിക്കുമല്ലോ 30 വയസ്സിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവന്മാർ കേൾക്കട്ടെ, നിങ്ങളൊന്ന് കരുതിയിരിക്കുക. ഒരു ഫോൺ ഒരു സിം കഴിവതും പുറത്തൊരു ബാഗിൽ വെക്കുക. വേറെ ഒരു കാര്യം അറിയാനുള്ളത്, ഒരു സെക്കൻഡ്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നിങ്ങളോടാ പറയാനുള്ളത്. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്ക് ഒരു 8 വർഷമായിട്ട് ഗവൺമെന്റ് സർവീസിലിരുന്ന് കുറേയേറെ പേഷ്യൻസിനെ കണ്ട എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന, എന്നാൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ചോദിക്കാൻ ഭയക്കുന്നയോ മടിക്കുന്നയോ ഒരു സംശയം. ഡോക്ടറെ, ഞാൻ അവിടെയൊക്കെ ചെല്ലുകയാണെങ്കിൽ എൻ്റെ തന്നെ ബീജമായിരിക്കും ഉപയോഗിക്കുന്നത് ഈ IVF-ന്, അല്ലെങ്കിൽ വേറെ മുട്ടയായിരിക്കത്തില്ലേ ഉപയോഗിക്കുന്നത്? ഈവൺ IUI ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് സംശയമാണ്, എൻ്റെ തന്നെ ബീജമാണോ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ഈ അധികം നാളായിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഈ സിസ്റ്റത്തിൽ ഇറങ്ങിയിട്ട് 7-8 വർഷമേ ആയിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു ആശുപത്രി, എന്തായാലും കേരളത്തിൽ ഒരു ആശുപത്രി അങ്ങനെ ചെയ്യത്തില്ല. വേറൊരു വ്യക്തിയുടെ ബീജമോ വേറൊരു വ്യക്തിയുടെ അണ്ടമോ ഒരിക്കലും നിങ്ങളുടെ അനുവാദം കൂടാതെ അകത്തോട്ട് വെക്കില്ല. അത് വളരെ വളരെ കോമൺ സെൻസാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ കുട്ടിയുടെ അച്ഛൻ ആര് അമ്മ ആരെന്നറിയാൻ ഇപ്പോൾ ഒരു DNA ടെസ്റ്റ് ചെയ്താൽ മതി. എത്ര 7,000-8,000 രൂപ ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെന്ന്. അത്രയും വലിയൊരു ഹോസ്പിറ്റലിന്റെ പേരും പെരുമയും അവരുടെ നിലനിൽപ്പും റിസ്ക് ചെയ്തുകൊണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ഇയാളുടെ അല്ല എന്ന് പറഞ്ഞ് റിസൾട്ട് വരുന്നത്, നിങ്ങൾ ആ ഹോസ്പിറ്റലിന് ഒരു 100 കോടിക്കെങ്കിലും കേസ് കൊടുക്കത്തില്ലേ? മിനിമം കൊടുത്തിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു ഹോസ്പിറ്റൽ, ഏതൊരു ഹോസ്പിറ്റൽ, ഞാൻ മൊത്തത്തിൽ പൊതുവായി പറയാം, ഏതൊരു ഹോസ്പിറ്റലിലെയും നിലനിൽപ്പിനെയും പെരുമയും എല്ലാം റിസ്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ ഗർഭിണിയാക്കിയിട്ട് ആ ഹോസ്പിറ്റലിനൊന്നും കിട്ടാനില്ല. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്, അത് ചിലപ്പോൾ IUI ആയിരിക്കാം, ചിലപ്പം ഡോക്ടറെ കാണുന്നതായിരിക്കാം, ചിലപ്പോൾ IVF ആയിരിക്കാം. അപ്പം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഈ ഒരു ഭയം കാരണം എടുക്കാൻ വൈകിക്കരുത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് വൈകുമ്പോഴാണ്. നിങ്ങളുടെ പ്രായം കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെന്റിന് നമ്മൾ കുറച്ചും കൂടെ ഹാൻഡിക്യാപ്ഡ് ആയി പോകുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഈ ഒരു പോയിന്റ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടർ, ഈ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് അത് എങ്ങനെയാണ് ഡോക്ടർ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചധികം സ്ഥലങ്ങളിൽ പഠിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
എനിക്ക് ഒരു വ്യത്യാസം തോന്നിയ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ദേ യൂസ് ആണ്. അതാണ്. കഴിഞ്ഞ ഒരു 2-3 സെന്റേഴ്സിലെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. പഠിച്ചിട്ടുണ്ട് 2-3 സ്ഥലങ്ങളിൽ. അത് വെച്ച് കണ്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നോക്കുന്നത് ക്വാണ്ടിറ്റിക്കാണ്. ഉം. ഓക്കെ, ക്വാണ്ടിറ്റി കൂടുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് Compromise. ചെയ്യാറുണ്ട്. ഉം. ഇവിടെ ഞാൻ കണ്ടത് ഇവർ ക്വാണ്ടിറ്റിയെക്കാട്ടി കൂടുതൽ നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന ടീം നോക്കുന്നത് ക്വാളിറ്റിക്കാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് എനിക്ക് ഒരു പേഷ്യൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി അവിടെ കിട്ടും. ഇപ്പോ കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അതേപോലെ ഡ്രൈവേഴ്സ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ വളരെ ചൂട് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, എസ്പെഷ്യലി മെയിൽ. അതെ. അപ്പൊ അവർക്ക് ഇത് കൂടുതലാണ് അല്ലെങ്കിൽ അവർക്ക് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു അറിവുണ്ട്. എന്താണ് ഡോക്ടറിന് പറയുന്നത്? അത് വളരെ കറക്റ്റാണ്. അത് വളരെ അതും അഡ്രസ്സ് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ് താങ്കൾ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അത് കാരണം എന്ന് പറഞ്ഞ 2 പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നു, അവിടുത്തെ ഭക്ഷണ രീതി, പിന്നെ അവിടുത്തെ കാലാവസ്ഥ, അന്തരീക്ഷം, ചൂട്, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പൊതുവേ പറയാറുണ്ട് കൗണ്ടും ചിലപ്പോൾ മോട്ടിലിറ്റിയൊക്കെ സ്വല്പം കുറവായിരിക്കും. പക്ഷെ അതിനെക്കാട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം നിങ്ങൾ അറിയേണ്ടത്, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുമ്പോൾ 1 മാസം നാച്ചുറലി കൺസീവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8%, 6-8%. അതായത് 100 പേര് 1 മാസം ഒരുമിച്ച് നിന്ന് ഒരു പ്രശ്നവും ഇല്ലാത്ത ഭാര്യയും ഭർത്താവും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ 6-8 പേരെ ആവത്തുള്ളൂ. 3 മാസം നിൽക്കുമ്പോൾ അത് 25% ആവും. ഒരു 6 മാസം അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഒരു 50% ആവും. 1 വർഷം അടുപ്പിച്ച് നിൽക്കുമ്പോൾ 80%. അതായത് 1 വർഷം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 10-ൽ 8 പേരും പ്രഗ്നന്റ് ആവുമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവർക്കുള്ള പ്രശ്നം എന്താണ്? ഇവർ വരുന്നത് ചിലപ്പോൾ വർഷത്തിൽ 1-2 പ്രാവശ്യം. ഈ 2 മാസം വരുന്ന ഒരാൾക്ക് 10-15% സാധ്യതയെ ഇവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഹയർ ട്രീറ്റ്മെന്റിലോട്ട്, ഞാൻ അതുകൊണ്ട് തന്നെ അവരടുത്ത് പറയും, നിങ്ങൾ ഇങ്ങനെ ഉഴപ്പരുത്, ഇങ്ങനെ ഇടയ്ക്ക് വന്ന് 1 മാസം തന്നെ നോക്കാം, പിന്നെ 1 മാസം ഡോക്ടറെ കാണാം, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുഴപ്പമില്ലാത്ത കപ്പിൾസ് ആണെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഒരു ടെലി കൺസൾട്ടേഷൻ വെക്കുക. എന്നിട്ട് എന്തൊക്കെ ചെയ്യണം, മരുന്ന് വല്ലതും കഴിക്കണോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ആ മരുന്ന് കഴിച്ചുകൊണ്ട് നാട്ടിൽ വരിക. ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക. എന്ത് ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് അനുയോജ്യം അതെടുക്കുക. അത് ചിലപ്പോൾ നോർമലി നോക്കുന്ന അയക്കുക, IUI അയക്കുക, IVF ആവാം, എന്തോ ആയിക്കോട്ടെ, അതെടുക്കുക. അങ്ങനെ വരുമ്പം കുറച്ചും കൂടെ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ NRIs ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ വിചാരിക്കരുത് വന്ന് നമുക്ക് 1 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് നമുക്ക് തീരുമാനിക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സമയമാവും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡോക്ടർ ഇപ്പോൾ സെക്ഷൽ മെഡിസിനിലും സ്പെഷ്യലൈസ്ഡ് ആണല്ലോ. അപ്പോൾ ആ ഏരിയയിൽ എന്തൊക്കെയാണ് ഡോക്ടറിന് പറയാനുള്ളത്? അത് ഏത് തരം മേഖലയായിരിക്കും? ഓക്കെ, അത് ഒരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് തരുന്നത്. കാരണം എല്ലാവർക്കും പറയാനൊരു മടി, ഇത് പുറത്ത് പറയാൻ. അത് കാരണം എത്ര കുടുംബങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന എണ്ണമേ അല്ല ഇതുള്ള പ്രശ്നങ്ങൾ. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? നോർമലി പറയുകയാണെങ്കിൽ അറിയാം എന്താണ്, നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലേ. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പീനസിന് ഇറക്റ്റായിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, ശീക്രസ്കലൻ അല്ലെങ്കിൽ പ്രീ മെച്യൂർ ഇജാക്കുലേഷൻ, അതായത് പെട്ടെന്ന് തന്നെ സെമൻ പുറത്ത് പോവുക, വജൈനസ്മസ് ഒക്കെ എത്ര പേർക്കാണെന്നറിയാം. എനിക്കൊരു കപ്പിൾ ഉണ്ടായിരുന്നു, മാരിഡ് 6 ഇയേഴ്സ് ആയിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ആ കുട്ടിക്ക് വജൈനസ്മസ് ആണ്. ആ കുട്ടിക്ക് അകാരണമായ ഭയം, അതാണിത്. നമ്മുടെ പീനസ് അകത്തോട്ട് സെക്ഷൽ കോണ്ടാക്റ്റിന് വേണ്ടി വരുമ്പോൾ അകാരണമായ ഭയവും ഈ പാർട്ട്ണറെ തള്ളി മാറ്റുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ എത്രയോ പ്രശ്നങ്ങളാണ് ഈ സെക്ഷൽ മെഡിസിനിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതായത് ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇപ്പം ഒരാൾക്ക് കാണണം, ഒരു സെക്ഷൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കാണണം, പക്ഷെ അവർക്ക് ആരെ കാണിക്കണമെന്ന് അറിയില്ല, എവിടെ കാണിക്കണമെന്ന് അറിയില്ല, ഒരു സെർച്ച് ചെയ്താൽ പോലും കറക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. ചുമ്മാ ഒരു ഡിഗ്രി ഇല്ലാത്തവരിടുക, കാരണം ഇതിന്റെ കറക്റ്റ് ഡോക്ടർ ഇല്ല, അപ്പം ദേ ആർ ഫോഴ്സ് ടു ഗോ ടു ദം അല്ലേ, വേറെ സ്ഥലമില്ല പോവാൻ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഏരിയ സെക്ഷൽ മെഡിസിൻ ആണ്. അപ്പം ഈ കാലഘട്ടത്തിൽ 2024 തുടങ്ങാൻ പോവാണ്, ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അയ്യേ എന്നുള്ളൊരു തോന്നലൊക്കെ മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ധാരാളം പേർക്ക് അത് കാരണം ഹെൽപ്പ് കിട്ടുന്നു. ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കപ്പിൾ പോവുകയാണെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലായിരിക്കും, ഏതൊക്കെ സെറ്റിലായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നത്? അത് ഡിപ്പെൻസ് ആണ് അല്ലേ. ഇപ്പം ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ
2 വർഷം കല്യാണം കഴിഞ്ഞൊരു കപ്പിൾ എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. അവർ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഈ പീനസ് നേരെ നിൽക്കാത്ത ഒരവസ്ഥ അല്ലെ, ഇറക്ഷൻ കിട്ടാത്ത ഒരവസ്ഥ. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഓർഗാനിക് കോസ് കാണാം. ഒരു ഓർഗാനിക് കോസ് കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. മിക്കപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഈ പറയും ഈ ആണുങ്ങളിന്റെ സിനിമയിലൊക്കെ കാണുന്നുണ്ടോ ഇങ്ങനെ ആദ്യ രാത്രി ഇങ്ങനെ വളരെ പവർഫുൾ ആയിട്ടൊക്കെ നിൽക്കുന്നവരായിട്ട് ആൽഫ മീൽ എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ ആക്ച്വലി അതൊന്നുമല്ല. ആണുങ്ങൾക്ക് എപ്പോഴും ഭയമാണ്. അത് ഫസ്റ്റ് നൈറ്റിലാണെങ്കിലും ഒരു ഒരു പെർഫോമൻസ് ആണ് അവിടെ നടക്കുന്നത്. നമ്മളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന അതേ ഭയം ഒരാണിന്റെ ഉള്ളിൽ ഉണ്ടാകും. കാരണം അവിടെയാണ് ആണാണ് പെർഫോം ചെയ്യേണ്ടത്. ആണാണ് ഇറക്റ്റ് ആയിട്ടിരിക്കുന്നത്. സ്ത്രീ അവിടെ ഇറക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ പെർഫോമൻസ് ആൻസൈറ്റി ആയിരിക്കും മിക്കപ്പോഴും ഇവിടെ ഒരു പ്രശ്നം. അപ്പൊ ഒരു തവണ ഫെയിൽ ആവുമ്പോൾ രണ്ടാമത്തെ തവണ ഇത് തന്നെ ചിന്ത വരും. ആ തോട്ട് പ്രോസസ് ആയി കയറി വരുന്നത് ദൈവമേ ഇത് ശരിയാകുമോ എന്നുള്ള തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി. അപ്പൊ ഇത് കൂടി മിക്കവർക്കും അതാണ് ചില കാരണങ്ങൾ. അപ്പൊ അവർക്ക് എന്താ വേണ്ട, ഒരു കൗൺസിലിംഗ് വേണം, പിന്നെ സെൻസേറ്റ് ഫോക്കസ് മൂലമുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് കൊടുക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുക. ഇതാണ് യൂഷ്വലി നമ്മൾ ഇറക്ടൈൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ ഡിസീസിനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഈ പറയുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് എങ്ങനെ നയിക്കും? പ്രധാനപ്പെട്ടത് അവർ കോയിറ്റസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, വജൈനിസ്മസ് ഉള്ള ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മാരീഡ് 6 years, വജൈനിസ്മസ് ആണ്, അവർ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ കുട്ടിയാവുന്നത്? അപ്പൊ നമുക്ക് അവർക്ക് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഒന്ന്, ശരി ഞങ്ങൾ IVF അല്ലെങ്കിൽ IUI ചെയ്തു, കുട്ടി കൊടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഭാര്യ പണ്ടത്തെ പോലെ അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ ഒരു കുട്ടി, അതെന്നുള്ള സങ്കല്പമൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ തെറ്റാണ്. ഒരു ആണും പെണ്ണും ഇഷ്ടപ്പെട്ടു, അവര് കല്യാണം കഴിക്കുന്നു എന്നെങ്കിൽ അവർക്ക് തമ്മിൽ ആ ഒരു അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ സെക്സസ് ഇന്നെവിറ്റബിൾ. അപ്പൊ ആ ഒരു ഫാക്ടർ ശരിയാക്കാതെ ഒരു കുട്ടിയെ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ അപ്പം ആലോചിക്കാം വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത്. കുട്ടിയെ കൊടുക്കണോ വേറെ എന്തെങ്കിലും ആണോ ചെയ്യണോ അപ്പം ആലോചിക്കാം. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്.